ഹായ് ഹലോ. കുറച്ച് ദിവസമായിട്ട് മെഷീന് വല്ലാത്ത കിച്ചാണേ. അപ്പോൾ കാര്യമായിട്ട് ഗവേഷണം നടത്തിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ആശാൻ്റെ ഉള്ളിൽ ഓയിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന്. ഇതിപ്പോൾ എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ മെഷീൻ്റെ സൗണ്ടിൽ നല്ല വ്യത്യാസം വരുന്നുണ്ടായിനി. അപ്പോൾ നിങ്ങളുടെ മെഷീൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടോളി കേട്ടോ, യൂസ്ഫുൾ ആയി. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉഷാ ജാനമി അലോറ ഡീലക്സ് എന്നൊരു ഈ മെഷീനിൽ എങ്ങനെയാണ് ഓയിലിംഗ് ചെയ്യാന്ന്. എങ്ങനെയെന്ന് വെച്ചാൽ എവിടെയാണ് ഓയിലിംഗ് ചെയ്യുക, എപ്പോഴാണ് ഓയിലിംഗ് ചെയ്യുക എന്നൊക്കെ കുറച്ചധികം തന്നെ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ, ഓയിലിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് വൈകിക്കണ്ട. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു മെഷീൻ വാങ്ങിയിട്ട് ഇതുവരെ ഓയിലിംഗും ചെയ്തിട്ടില്ല. ഒരു വെടിക്ക് രണ്ട് പക്ഷി. എന്താല്ലേ, നമ്മൾ മെഷീൻ്റെ ഈ ഒരു സൈഡിലേക്ക് ഓയിൽ അടുപ്പിക്കുകയേ ചെയ്യരുത് കേട്ടോ. കാരണം ഇവിടെയാണ് നമ്മുടെ മെയിൻ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഓയിൽ ആയി കഴിഞ്ഞാൽ മോട്ടർ കേടാകാൻ നല്ല ചാൻസ്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് നോ ഓയിൽ. പിന്നെ ഇതാ ഈ ഒരു സൈഡിലാണ് നമ്മൾ ഓയിലെല്ലാം കൊടുക്കേണ്ടത്. ഇതാ ഈ ഒരു മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്തുമാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു അടിഭാഗത്ത് നിന്ന് തുടങ്ങാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സ്റ്റൻഷൻ ഊരി മാറ്റിയ ശേഷം എന്താ ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്തെടുക്കുക. ഇതിന്റെ ഉള്ളിലാണല്ലോ നമ്മൾ ബോബിനും അതുപോലെ ബോബിൻ കേസൊക്കെ ഇടുന്നത്. ഇനി ഈ ബോബിൻ കേസ് അങ്ങോട്ട് ഊരി മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇതിന്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ ബ്ലാക്ക് കളറിൽ ക്ലിപ്പ് കാണുന്നില്ല, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് കിട്ടും. അങ്ങനെ സേഫായിട്ട് തന്നെ ഈ ഒരു പാർട്ട് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു രണ്ട് പാർട്ട് നല്ല രീതിക്ക് തന്നെ ക്ലീൻ ചെയ്യണം. കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കാം. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതൊരു കോട്ടൻ്റെ ക്ലോത്തും അതുപോലെ ബ്രഷും ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കംഫർട്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഈസി ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കയ്യെത്താത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവില്ല, ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്ക് തന്നെ ഡസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയിൽ നിന്നുള്ള പൊടിയൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ് അടിഞ്ഞു കൂടുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടാവും. ആ ഏരിയയിലൊക്കെ നല്ല വൃത്തിയിൽ തന്നെ തുടച്ചെടുക്കട്ടെ. അപ്പം നീ കയ്യെത്താത്ത ഭാഗത്താണെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ചിട്ടും ക്ലീൻ ചെയ്യാം. കാഴ്ചക്ക് പൊടിയൊന്നും ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു ക്ലോത്ത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം പൊടി അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ വാങ്ങിയ സമയത്തുള്ള ആ ഒരു സൗണ്ട് ആവില്ല മേ ബി ഇപ്പോൾ നമ്മുടെ മെഷീന്. കാരണം ഈ ഒരു ഡസ്റ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ് കേട്ടോ. സൗണ്ട് മാറുന്നത് ഈ ഒരു ഡസ്റ്റ് നിറയുന്നത് കൊണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഈ സൗണ്ട് മാറുന്ന ടൈമിൽ ഇടയ്ക്കിടെ മെഷീൻ ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. നമുക്കിത് ഈ ഒരു ടീത്തിന്റെ ഭാഗം ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ആ ഫൂട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ശേഷം എന്താ ഈ ഒരു പ്ലേറ്റും ഊരി മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ നമുക്ക് മെഷീൻ്റെ കൂടെ തന്നെ കിട്ടുന്നത്. നമ്മൾ ആ ഒരു പ്ലേറ്റ് ഒക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ഇത് നല്ല രീതിക്ക് തന്നെ ഡസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ടീത്തിന്റെ ഭാഗത്ത് വരുന്ന ഡസ്റ്റ് ഒക്കെ നമുക്ക് ഇതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ആക്കി കൊടുക്കാം. ഈ ഒരു ഏരിയ തുണി വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടെ ഈസി ഇതാ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യാനാണ്. കാരണം അതിന്റെ ഉൾവശത്തൊക്കെ നല്ല രീതിക്ക് പൊടി ഉണ്ടാകും. അപ്പോൾ ഒരു ഉള്ളിലേക്ക് എത്തണമെങ്കിൽ തുണിയേക്കാൾ ഒന്നും കൂടെ നല്ലത് ബ്രഷാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ഓയിലാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ കഴിയുന്നതിനനുസരിച്ച് റീഫില്ല് ചെയ്യലാണ്. അപ്പോൾ നമുക്കിനി ഓയിൽ വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ മണ്ണെണ്ണയും അതുപോലെ തന്നെ സാധാ ഓയിലും വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് മെഷീനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് പാർട്ടിലും നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാർട്ടിന്റെ സ്മൂത്തായ വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെയൊക്കെ ഓയിൽ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കൊടുക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് ഓയിൽ കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഈ ഒരു പ്ലേറ്റ് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല, ഇതൊന്നും ഇവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ആ സ്ക്രൂ ഉണ്ടല്ലോ അത് രണ്ട് ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ സ്ക്രൂ ടൈറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടെ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെഷീൻ ജെർക്ക് ചെയ്തിട്ടും അതുപോലെ തന്നെ വൈബ്രേറ്റ് ചെയ്തിട്ടൊക്കെ ഊരി പോരാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ മാക്സിമം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ടൂള് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ശേഷം ഈ ഒരു ടീത്തിന്റെ ഭാഗത്തൊക്കെ ഒന്ന് നമുക്ക് ഓയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മുടെ മെഷീന്റെ സ്മൂത്തായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാർട്ട് ഊരിയെടുക്കുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മ വേണ്ടിട്ട് ഇതിന്റെ പൊസിഷൻ എങ്ങനെയാന്ന്. അപ്പോൾ ആ ഒരു വലിയ പാർട്ടിലേക്ക് ചെറിയ പാർട്ട് ഇറക്കി വെക്കാനിട്ട് വേണ്ടത്. ഇനി നമുക്കിത് നേരെ മെഷീനിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വീലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം താഴേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഈ ഒരു ചെറിയ പാർട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഈ ഒരു വലിയ പാർട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയിട്ട് എന്നിട്ട് ഒന്ന് തിരിച്ചാൽ മതി, അതവിടെ ലോക്കായി. ഇനി നമുക്ക് ആ രണ്ട് സൈഡിലും വരുന്ന ക്ലിപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സേഫ് ആക്കി കൊടുക്കാം കേട്ടോ. ഇനി ജസ്റ്റ് നമുക്ക് വീലൊന്ന് കറക്കി കൊടുക്കാം കേട്ടോ. കറങ്ങുന്നുണ്ടെങ്കിൽ സേഫ് ആണ്. ഇനി കറങ്ങുന്നില്ലെങ്കിൽ എവിടെ എന്തോ ഒരു തകരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് വീണ്ടും നമ്മൾ സെറ്റാക്കി എടുക്കണം. റെഡിയാക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് നിങ്ങൾ വെച്ചതെങ്കിൽ സെറ്റ് ആകും.
അപ്പൊ നമുക്ക് ഫൈനൽ ടച്ചും കൂടെ ചെയ്തിട്ട് ഈ ബോബിൻ കേസും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അടിഭാഗം ഓരോ പാട്ടും ഊരിയെടുത്ത് ക്ലീൻ ആക്കി സെറ്റാക്കി തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഭാഗത്താണ് ഓയിൽ ചെയ്യാനുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കണ്ടല്ലോ, ഈ ഒരു റൗണ്ടിൽ വരുന്ന ഭാഗം, അത് നമുക്ക് ജസ്റ്റ് ഒരു സിസറോ അതുപോലെ തന്നെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുടന്തി കൊടുത്താൽ മതി. അത് ഇങ്ങോട്ട് ഊരിപ്പോരും. ശേഷം അതിനുള്ളിലുള്ള സ്ക്രൂ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഊരിയെടുക്കുക കേട്ടോ. എന്നിട്ട് പതുക്കെ വേണം ആ ഒരു ടോപ്പ് ഊരിയെടുക്കാൻ. പിടിച്ച് വലിക്കരുത്, കാരണം ഇതൊരു ക്ലിപ്പ് ഇട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ പിടിച്ച് വലിക്കുമ്പോൾ ആ ഒരു ക്ലിപ്പൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ക്ലിപ്പൊക്കെ പൊട്ടാതെ പതുക്കെ തന്നെ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ നമുക്ക് ഓയിലിംഗ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ നൂലൊക്കെ കുടുങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഓയിലിംഗ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ ജോയിൻസ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രീതിക്ക് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും നല്ല രീതിയിൽ തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മുന്നായിട്ട് ഈ ഏരിയയിലൊക്കെ ഡസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കണം. ഞാനത് ഓൾറെഡി വീഡിയോ എടുത്തിരുന്നു, പക്ഷെ അത് റെക്കോർഡായില്ല, അപ്പോൾ കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡസ്റ്റൊക്കെ തുടച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ഓയിലിംഗ് ചെയ്യാൻ. ഈ ഒരു ഏരിയയിലും ബ്രഷ് വെച്ചിട്ട് തുടക്കുകയാണ് കേട്ടോ നല്ലത്. നമ്മൾ ക്ലോത്ത് വെച്ചിട്ടാകുമ്പോൾ ഈ ഉള്ളിലേക്കൊന്നും എത്തിപ്പെടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നല്ല ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ജോയിൻസ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ടെൻഷൻ അടിച്ച് നിൽക്കണ്ട. ഇതുപോലെ വീലൊന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം കേട്ടോ ജോയിൻസ് ഒക്കെ എവിടെയുള്ളത് എന്ന്. എന്നിട്ട് അതനുസരിച്ചിട്ട് ഫുള്ളായിട്ട് ഓയിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം ഫുള്ളായിട്ട് ഓയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ആ ക്ലിപ്പുകളൊക്കെ നോക്കിയിട്ട് തന്നെ വേണം കേട്ടോ ഫിറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ പെർഫെക്റ്റ് ആയി വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു സ്ക്രൂ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ടൈറ്റ് ആക്കിയിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ ആക്കിയെടുക്കട്ടോ. അപ്പോൾ സ്ക്രൂ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തന്നെ ടൈറ്റ് ആക്കി എടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൈറ്റ് നിന്നോട്ടെ, ഊരി പോരരുത്. ആ രീതിക്ക് തന്നെ നമ്മൾ ടൈറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും ഓയിലിങ്ങും ഫിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ഇനി ഈ ഫോട്ടോക്കെ ഒന്ന് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഫോട്ടോ പിടിപ്പിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം. ഇനി നമുക്ക് ഫൈനൽ ടച്ചായിട്ട് ഒന്നുകൂടെ ക്ലീൻ ചെയ്തെടുക്കട്ടെ. അതായത് നമ്മുടെ മെഷീൻ ഫുള്ളായിട്ട് ഒന്ന് ഒരു കോട്ടൺ തുണി എടുത്തിട്ട് തുടച്ചെടുക്കും. ചിലരൊക്കെ ഓയിൽ വെച്ചിട്ട് തുടക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അതെനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ മെഷീൻ ഓയിലായി നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഡസ്റ്റ് പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഓപ്പൺ ആയിട്ട് നിൽക്കല്ലേ, അപ്പോൾ നല്ല ഡസ്റ്റ് പെട്ടെന്ന് തന്നെ പിടിക്കും. അതിന് പകരമായിട്ട് ആ ഒരു കോട്ടണിലേക്ക് നമ്മൾ പെർഫ്യൂം ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട്, അതായത് നമ്മുടെ മെഷീനിൽ സ്റ്റെയിനോ മഷിയോ ചെളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ആയി കിട്ടും. ഇനി ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള ആ ഒരു സൗണ്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. സൗണ്ടിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. ആദ്യം ഒരു ഓവറായിട്ടുള്ള സൗണ്ടായിരുന്നു, ഇപ്പോൾ അതങ്ങ് തീരെ ഇല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.